1988 ജൂലൈ 8 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:55 ഐലൻഡ് എക്സ്പ്രസ് വന്ന് വെള്ളത്തിൽ വീഴുന്നു. എട്ട് ബോഗി പടിഞ്ഞാറ് വശത്തും ഒരു ബോഗി കിഴക്ക് വശത്തും ഒരു ബോഗി കുത്തി നിൽക്കുന്നു, ഒരു ബോഗി പാലത്തിനക്കരെ ഇറങ്ങി. നമ്മൾ ഇവിടെ നിന്ന് ആദ്യ രക്ഷാപ്രവർത്തനം നടത്തിയതാണ്. അന്ന് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി, ഒരുപാട് ഓർണമെന്റ്സുകൾ നമ്മുടെ കയ്യിൽ കിട്ടി. അതെല്ലാം പോലീസുകാർക്ക് തിരികെ കൊടുത്തു. അവസാനം നമുക്ക് ജോലിയൊക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ജോലിയും തന്നില്ല. നമ്മളിവിടെ ഉണ്ട്. ആദ്യ കാലങ്ങളിലാണ് ഈ രക്ഷപ്പെട്ടവർ ഒരുപാട് ലെറ്ററൊക്കെ അയക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ആരും ഇല്ല. ഇപ്പൊ ആരും അതിനെ കുറിച്ച് മിണ്ടുന്നില്ല. എല്ലാരും പെരുമണിൽ വന്ന് പുഷ്പാർച്ചന നടത്തി പോകുന്നു. അന്ന് ശരിക്കും എത്ര പേര് മരിച്ചെന്നൊക്കെ? 104 പേരാണ് മരിച്ചത്. ഒരാൾ ഇവിടെ അനാഥമായി നടന്നതാണ്. അയാളോട് ചേർത്ത് 105 നമ്മൾ കണക്കിൽ വരുത്തിയിരിക്കുന്നത്. പിന്നെ അല്ലാതൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ അനാഥന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു. കണക്കിൽ 105. നിങ്ങൾക്ക് ഈ പ്രദേശവാസികൾ എന്ന നിലയിൽ നിങ്ങൾ ലൈവായിട്ട് കണ്ടല്ലേ? ലൈവായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നില്ല. ഞങ്ങൾ അന്ന് ജോലി ഇല്ലാത്ത കൂട്ടത്തിലാ. അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതാണിത് വന്ന് വെള്ളത്തിൽ വീഴുന്നത്. ആക്ച്വലി അത് എങ്ങനെ സംഭവിച്ചത് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വാർത്തകളെല്ലാം പറയുന്ന ടൊർണാഡോ, ഒരു കരിയില പോലും അനങ്ങാത്തൊരു ടൊർണാഡോ വന്നെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഒന്നുമല്ല, അതിന്റെ ബോഗികൾ തമ്മിൽ കൊളുത്തുന്ന ഹൂക്ക് റെയിലിൽ കുരുങ്ങി, പാളം പൊങ്ങി, ട്രെയിൻ മറിഞ്ഞു. ഇതാണ് സംഭവം. പക്ഷേ അന്വേഷണ കമ്മീഷനെല്ലാം പറഞ്ഞ ഇവിടെ ടൊർണാഡോ അടിച്ചെന്നാ. പിന്നെ ചാറ്റമഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് സംഭവം. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന ഓർമ്മയായിരുന്നു. ഞെട്ടിക്കുന്നത് അതോ, അയ്യോ, ഒരാഴ്ച നമ്മള് ആഹാരം കിട്ടില്ല, വസ്ത്രമെല്ലാം കത്തിച്ച് കളഞ്ഞത് ചോരയുടെ പാടാണ്. പിന്നെ ഈ മുട്ടിന്റെ ഭാഗം വരെ വള്ളത്തില് ബ്ലഡ് എടുത്ത ആൾക്കാരൊക്കെ എത്തുന്നതിന്റെ ബ്ലഡ് വീണ് നമ്മൾ അതിനകത്ത് നിന്നുപോയി. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് കാലിൽ അടി കൊണ്ട് പഴുത്ത്. ശരിക്കും പക്ഷേ കൂടത്തിന് ഗ്രില്ലടിച്ച് പൊട്ടിക്കുന്ന ആലി അടിച്ചിട്ട് നമ്മുടെ കാലിൽ വന്ന് കൊണ്ട് നമ്മൾ നിസ്സാരമായി കണ്ടു. പക്ഷെ 14-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണ് അറിയുന്ന കാലിന്റെ അകം പഴുത്തിരിക്കുക. പക്ഷെ നമ്മള് അന്ന് രക്ഷപ്പെട്ടെന്ന് വരുന്നത് മനുഷ്യനെ രക്ഷപ്പെടുത്തുക, മറ്റൊന്നും നമ്മൾ വേറെ നോക്കുന്നില്ല. നമ്മൾ മനുഷ്യരാണ്. അതെ, മറ്റു മനുഷ്യർ നമ്മളെ പോലെ ആപത്തിൽപ്പെട്ടപ്പോൾ നമ്മൾ സഹായിച്ചു. പക്ഷെ ഗവൺമെന്റ് നമ്മളെ കൂടെ നിന്നവരൊക്കെ പലരും അതിൽ നിന്ന് സമ്പത്തടിച്ച് മാറ്റിയവരുണ്ട്. ഇതേപോലെ കൂട്ടിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ട്, അത്ഭുതകരമായാണ് അയാൾ രക്ഷപ്പെട്ടത്. ഇതുപോലെ അന്നൊരിക്കൽ ട്രെയിൻ പോയ സമയത്താണ് ട്രെയിനിന് പാളം തെറ്റി ബോഗികൾ ഓരോന്നോരോന്നായിട്ട് 2 വശത്തായിട്ട് വീണത്. അതിലന്ന് സഹായിച്ച ഒരാളാണ് നമ്മളോട് ചേർന്നത്. ഈ വണ്ടിയാണെന്ന് തോന്നുന്നു, ഐലൻഡ്. അല്ല, അതെ, ഈ സമയത്തായിരുന്നു. അതെ, അന്ന് ഐലൻഡ് സൈഡിൽ കൂടെ നടന്ന് എല്ലാവരും ഇത് പറഞ്ഞിട്ട് സ്റ്റെപ്പ് കയറി
ഓക്കെ